സോ ഗെയിൻ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ആൻഡ് ഇന്ന് എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ വൈഷ്ണുവിൻ്റെ കുറച്ചാൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ April 5 എൻ്റെ സ്കൂളിലത്തെ പ്രോഗ്രാം. വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. സോ ഇന്ന് ഈ ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് 3:30 തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്ക് ആകുമ്പോൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ കലാപാർട്ടി മെമ്പറിലായിരുന്നു. ഓക്കെ, അതിലൊരു 5 മെമ്പേഴ്സ് ഉണ്ടാവും. ഞാൻ, പിന്നെ എൻ്റെ ഫ്രണ്ട് ആന്യ, അവളും എൻ്റെ ക്ലാസ്സിലാണ്. പിന്നെ ഒരു 3 ഏട്ടന്മാരും ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഗാർഡ് ഓഫ് ഓണർ മെമ്പേഴ്സ് മാത്രമല്ല, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മാത്രമല്ല, താലം ട്രഡീഷണൽ വെൽക്കമിങ് അല്ലേ, അതും ഉണ്ടായിരുന്നു. പിന്നെ ബാൻഡും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഒരു 5 to 10 ടൈംസ് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചു. ഞാൻ പിടിക്കുന്നത് നാഷണൽ ഫ്ലാഗ്, എൻ്റെ ഫ്രണ്ട് പിടിക്കുന്നത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഫ്ലാഗാണ്. ആൻഡ് എനിക്ക് ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ചെയ്യുന്നത്. ഞാനിത് ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നിൽക്കുന്ന അവിടെ തന്നെ നിന്ന് കാണാറേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യാൻ കിട്ടി. ആൻഡ് ഗസ്റ്റ് വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുവരെയൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾക്ക് ഏപ്രിലിൽ ഒരു 10 days ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഇപ്രാവശ്യം 10 days ഉണ്ടായിരുന്നല്ലോ, ഒരു 5 days സംതിങ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിൽ കുറേ ലീവും ഇതൊക്കെ ആയതുകൊണ്ടാണ് 10 days ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നതിൽ ഞാൻ ആകെ ഒരു ദിവസം ക്ലാസ്സിലിരുന്നിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഞാൻ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരുന്നു. 4th ലീവായിരുന്നു. ഓക്കെ, അപ്പോൾ 4th ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നന്നായി പ്രാക്ടീസൊക്കെ ചെയ്തു. ഓക്കെ, നന്നായി ഹാർഡ് വർക്കൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ചേച്ചിമാർ ട്രഡീഷണൽ ഡ്രസ്സിലെത്തി. പിന്നെ ഗസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താവും, ഇതിൻ്റെ കറക്റ്റ് ആവുമോ, എനിക്ക് അപ്പം തെറ്റുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ അത്യാവശ്യമൊക്കെ ഒപ്പിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് PK വശിഷ്ഠായിരുന്നു. ആൻഡ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ, വൈസ് പ്രിൻസിപ്പൽ സാർ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ എല്ലാവരും സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. ഷംസാർ, മുജീബ് റഹ്മാൻ സാർ 2 പേരുണ്ട്. ഓക്കെ, 2 പേരും ഉണ്ടായിരുന്നു. പിന്നെ ഷീജ മാഡം, നിഷ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ടായിരുന്നു അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 4th സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ വന്നപ്പോൾ അടിപൊളിയായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് വെൽക്കമിങ്ങും ആയിരുന്നു. അതേപോലെ ഉള്ളിലത്തെ ഡെക്കറേഷൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വെൽക്കം ചെയ്തു. പിന്നെ ട്രഡീഷണൽ വെൽക്കമിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ പ്രോഗ്രാംസ് ഫുള്ള് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ പപ്പയ്ക്ക് ഒരു വെഡ്ഡിങ്ങിന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ വെൽക്കമിങ് കഴിഞ്ഞതും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഫുള്ള് കാണാനൊന്നും പറ്റിയില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ ബാക്കിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ സ്കൂളിലത്തെ കുറച്ച് ടീച്ചേഴ്സിൻ്റെ സ്പീച്ചും ഉണ്ട്. എനിക്ക് ബാക്കി ചീഫ് ഗസ്റ്റിൻ്റെ സ്പീച്ചോ അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാംസ് എനിക്ക് ആകെ ഒന്ന് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ. ഓക്കെ, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആങ്കറിങ് ഉണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, അറിയില്ല എവിടെയാണെന്നുള്ളത്. അതുകൊണ്ട് അതും എനിക്ക് കിട്ടിയില്ല. ഇത് ഞങ്ങളുടെ സ്കൂൾ വൈസ് ക്യാപ്റ്റനാണ് ആ ചേച്ചി. ഓക്കെ, പിന്നെ ബാൻഡ് പാർട്ടി വെൽക്കം ചെയ്തു. പിന്നെ ഞങ്ങളുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റിനെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി സ്റ്റേജ് ഭയങ്കര ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട്. പിന്നെ ആന അത് പറയില്ല, എന്താ ഇതിനെ പറയുക, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പട്ടം അത് ഉണ്ടായിരുന്നു. പിന്നെ ബലൂൺ വെച്ച് വെൽക്കം ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 35th ആനുവൽ ഡേ സെലിബ്രേഷനാണ്. ഓക്കെ, പിന്നെ അവിടെ രംഗോലിയൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് ഭയങ്കര ഇതായിരുന്നു. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, അധികം ഡാർക്ക് ആയിട്ടില്ല. അതുകൊണ്ട് അധികം എടുത്തു കാണില്ല. പക്ഷെ രാത്രി നല്ല ഭംഗിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് വീഡിയോസിലും അതേപോലെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറേ പേര് വരാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ കുറേ പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലത്തെ. ആൻഡ് വോളണ്ടിയേഴ്സ് ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു നേരെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ രുക്മിണി മാമിൻ്റെ സ്പീച്ചാണ്.
ആൻഡ് ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ സ്പീച്ചാണ്. ഓക്കെ, ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ പേര് ഹരിലാൽ സാർ എന്നാണ്. സാറ് കാസർഗോഡ് നിന്നാണ്. ഓക്കെ, ഈ ആനുവൽ ഡേൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് മീൻസ് ഈ ചാനലിൻ്റെ പേര് കേന്ദ്ര വിദ്യാലയ കഞ്ചിക്കോട് എന്നാണ്. പറ്റുമെങ്കിൽ അതിൽ പോയിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണുക. ആൻഡ് പാരൻസ് കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ എല്ലാവരും ഒത്തൊക്കെ ചെയ്തു. ഇതൊരു ഗ്രാൻഡ് പ്രോഗ്രാം ആക്കിയിട്ട് ചെയ്യാനും പറ്റി. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഞങ്ങളുടെ സ്കൂളിലത്തെ വോളണ്ടിയേഴ്സും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും നന്നായി എന്താ പറയുക പരിശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൽ പ്രോഗ്രാംസിലുണ്ടായിരുന്ന ഡാൻസും പാട്ടും എന്തായാലും എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാം നല്ല കളറാക്കാൻ പറ്റി. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ 5 ദിവസം പോകാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഡേ പോയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. നെക്സ്റ്റ് ഡേ മീൻസ് മൺഡേ സ്കൂളിൽ പോയപ്പോൾ ചോദിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഡാൻസിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അതേപോലെ തന്നെ രാത്രി ഫുൾ ഷെയർസൊക്കെ ഇതാവുന്ന രീതിയിൽ ഫുൾ ഫില്ലായിരുന്നു. അതേപോലെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.